ആയിക്കോട്ടെ സ്വാഗതം. താങ്ക് യു. അത്ഭുത ദ്വീപിലെ നമ്മുടെ കൂട്ടുകാരനാണ്. അതെ, യുദ്ധത്തിനൊക്കെ പോണ ആളാ കുതിരപ്പുറത്ത്. ഒരുപാട് സന്തോഷം ചേട്ടാ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എൻ്റെ ഇൻസ്പിറേഷൻ, അതായത് എൻ്റെ റോൾ മോഡൽ പക്രുചേട്ടനാണെന്ന് പറഞ്ഞായിരുന്നു. ഇവിടുത്തെ സ്റ്റാർ ഇമിറ്റേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കൈയ്യടി കിട്ടുന്നത് പക്രുചേട്ടൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ്. ഈ ഒരു മുഹൂർത്തം ഞാൻ പാഴാക്കി കളഞ്ഞാൽ അത്ര എളുപ്പം മറ്റൊരിടത്ത് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ ശബ്ദം ഒന്ന് അനുകരിക്കാം. പക്രുചേട്ടൻ്റെ അതെ. എടാ എടാ ഗന്ധർവ, എൻ്റെ പെണ്ണിനെ തടാ പട്ടി. ദേ മാതുല, ആ ഗന്ധർവൻ എൻ്റെ പെണ്ണിനെ കൊണ്ട് പോണു. എടാ ബാബു, എടാ എടാ എന്നെ കൂടെ ഇറക്കിക്കൊണ്ട് പോടാ. ഇപ്പൊ ഞാൻ കുറെ ബേസ് കിട്ടു തുടങ്ങിയിട്ടുണ്ട്. ആണോ? അത് ഞാൻ പഠിച്ചോളോ. അത് പഠിക്കണം. അപ്പൊ പ്രദീപ്, നമ്മുടെ ഇന്നത്തെ പെർഫോമൻസ് അടിപൊളിയാക്കണം. ആയിക്കോട്ടെ. പ്രതിഭയുടെ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. തകർക്ക. ഓക്കെ. വളരെ നമസ്കാരം. ഞാൻ കൊച്ചു പ്രദീപ്. ഞാൻ എൻ്റെ പെരുമ്പാവൂരാൻ കഥകളുടെ 2ാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു കലാകാരൻ്റെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. രമേശ് ചേട്ടനൊക്കെ അറിയായിരിക്കും. വിജയൻ എന്നാണ് ചേട്ടൻ്റെ പേര്, കല്ലമ്പലം വിജയൻ എന്ന് പറയാം. അപ്പോൾ വിജയൻ ചേട്ടൻ്റെ കുറച്ച് കഥകളാണ്. പുള്ളിയുടെ അനുവാദം ഉണ്ടല്ലോ അല്ലേ? അനുവാദമുണ്ട്. അതെ അല്ലെ? കഥയും കഥാപാത്രങ്ങളും സാങ്കല്പിക്കണം. ഒറിജിനൽ പേര് പറഞ്ഞിട്ടേ എനിക്കും കൂടെ മേടിച്ചു തരുന്നു. തന്നെ മേടിക്കുന്നതിന് എനിക്ക് എതിർപ്പില്ല. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലി അക്ബർ സാറിൻ്റെ. അപ്പോൾ ഇദ്ദേഹം ചെന്ന് കണ്ടു. വിജയ് ചേട്ടൻ അവിടെ ഒരു ക്യാരക്ടർ കൊടുത്തു, ചായക്കടക്കാരൻ്റെ റോളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പുള്ളി പെർഫോം ചെയ്തു, സൂപ്പറായി. അപ്പോൾ 2ാമത്തെ ദിവസം പുള്ളിയുടെ അന്നത്തെ ആ സീൻ കഴിഞ്ഞു. 2ാമത്തെ ദിവസം പള്ളിയിലൊരു കല്യാണം ഇതിൻ്റെ സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷോട്ടൊക്കെ വെച്ചു. ആക്ഷൻ പറഞ്ഞ് ഇപ്പോൾ കല്യാണം പെണ്ണിൻ്റെ ഇപ്പുറത്ത് വിജയൻ ചേട്ടൻ ചായക്കട വേഷത്തിൽ നിൽക്കുക. വിജയ, ഇന്നലെ നമ്മുടെ ഇത് കഴിഞ്ഞല്ലേ? ആ സീനിൽ വിജയനില്ല. അന്ന് കല്യാണത്തിൻ്റെ സീനത്. മാറിപ്പോ. ഞാൻ പോവില്ല. അതെന്താ? ഞാൻ ഈ നാട്ടിലെ ചായക്കടക്കാരനല്ലേ, എന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടേ, എനിക്ക് വരാൻ പാടില്ല, കല്യാണം കൂടാൻ പാടില്ല. അതുപോലെ നമ്മുടെ മമ്മിക്കയുടെ സിനിമ ഭദ്ര എന്ന് പറഞ്ഞിട്ടൊരു സിനിമ എടുത്ത ഹൊറർ സിനിമ ജഗദീഷ് ചേട്ടനൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നൈറ്റ് സീനാണ്. അപ്പോൾ അതിനകത്തൊരു സീൻ എന്ന് വെച്ചാൽ വിജയൻ ചേട്ടൻ പ്രേതത്തെ കണ്ട് പേടിക്കുന്ന സീനാണ്. അപ്പോൾ ഫുള്ള് ഹൊറർ അറ്റ്മോസ്ഫിയറൊക്കെയാണ്. പ്രൊപ്പല്ലർ 2 സൈഡിൽ നിന്ന് പ്രൊപ്പല്ലറൊക്കെ വെച്ച് കാറ്റും ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളി വരുന്നു, യക്ഷി വന്നു, ആക്ഷൻ പറഞ്ഞ് പേടിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി ചിരിക്കുക, ഭയങ്കര ചിരി, ക്ലോസാണ് വച്ചേക്കണേ. അപ്പം മമ്മിക്ക് ദേഷ്യം വന്ന് കട്ട്. വിജയ, ഇത് പ്രേതമായി വന്നത്, ചിരിക്കരുത്, പേടിക്കണം. ഞാൻ പേടിക്കാട്ടോ, പേടിക്കാം, കുഴപ്പമില്ല, പേടിക്കാം. ഓക്കെ, അടുത്ത് പറഞ്ഞു. ആക്ഷൻ പറഞ്ഞു, പിന്നെയും ചിരിക്കുക. എൻ്റെ വിജയ, ഇത് പറയണം മനസ്സിലാവണില്ലേ? പേടിക്ക്. ഞാൻ പേടിക്കണ്ടെന്നേ. പിന്നെ ചിരിക്കണല്ലോ, ഈ പ്രൊപ്പല്ലർ വെച്ചിട്ട് കിറി 2 സൈഡിലേക്ക് പോണതാണ്. ഞങ്ങളുടെ അച്ചാച്ചൻ്റെ കാര്യമാണ്. അതായത് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ആക്ഷൻ ഷൂ ഇറങ്ങിയൊരു ടൈമുണ്ടല്ലോ, ആക്ഷൻ്റെ ഷൂ. അപ്പോൾ അത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഈ കശുവണ്ടിയൊക്കെ പറക്കി കൂട്ടി വെച്ച്, ഈ വിഷ്കൈഡും കിട്ടുന്ന പൈസയും ഇതൊക്കെ കൂട്ടി വെച്ച് 600 രൂപ കൊടുത്തിട്ട് വൈറ്റ് ഷൂ മേടിച്ച് രാവിലെ സ്കൂളിൽ പോകാൻ നിർത്തി ഇതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക. പച്ചാച്ചൻ കുറേ നേരമായിട്ടോട് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു പിടുത്തമില്ല. ഇതെന്നത്? ഇത് ഷൂവാ, ആക്ഷൻ്റെ ഷൂ. ഇതിനെത്ര പൈസയാ? പൈസയൊന്നുമല്ല, ഇത് 1-2 രൂപയുടെ മുതലല്ല. ആക്ഷൻ്റെ ഷൂ 600 രൂപ. 600 രൂപ കൊടുത്തിട്ട് നിനക്ക് ഈ വള്ളിയിട്ട് കൂട്ടി കെട്ടണമാണോ കിട്ടിയെന്ന്? ഈ അച്ചാച്ചൻ നമ്മുടെ അമ്മായിയുടെ വീട്ടിൽ പോവാം. അപ്പോൾ അന്ന് ഈ DD2-ലൊക്കെ ഉച്ചയ്ക്ക് സിനിമയുള്ള കാലം. ആ പുള്ളി വണ്ടിയൊക്കെ കിട്ടി അവിടെ ചെന്നപ്പോൾ താമസിച്ചു പോയി. CBI ഡയറക്കുറിപ്പാണ് സിനിമ. അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു 3/4 ഭാഗം കഴിഞ്ഞായിരുന്നു. അവിടെ ചെന്നപ്പോൾ ലാസ്റ്റ് ഭാഗം കണ്ടോ കണ്ടു. പക്ഷേ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി മറ്റേ കേസന്വേഷണവും പോലീസ് പടമൊക്കെ ഇഷ്ടപ്പെട്ട ആളാണ്. പുള്ളിയെ കണ്ട് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി വൈകുന്നേരമായപ്പോൾ വീട്ടിലൊന്ന് വെച്ച് പറഞ്ഞു, നല്ലൊരു പടം കണ്ടു വന്നു. സൂപ്പർ പടം എന്ന് വെച്ചാൽ സൂപ്പർ പടം, ഒരു രക്ഷയില്ല, ഭയങ്കര കേസന്വേഷണമാണ്. ഏതാ ചാച്ച പടം? കൃഷ്ണകൃപ ഫിലിംസ് പടത്തിൻ്റെ പേര്.